പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. കുമ്പളങ്ങി അറയ്ക്കൽ ശ്രീ ദുർഗാദേവി ഭദ്രകാളി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആരംഭിച്ചു. കുമ്പളങ്ങി അറയ്ക്കൽ ശ്രീ ദുർഗാദേവി ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആരംഭിച്ചു. 2026 മാർച്ച് 1, 2, 3 തീയതികളായാണ് മഹോത്സവം നടത്തപ്പെടുന്നത്. ക്ഷേത്രതന്ത്രി മാക്കാനായി വേണുഗോപാലൻ തന്ത്രിയുടെയും ക്ഷേത്ര മേൽശാന്തി മഹേഷ് ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്തിലാണ് മഹോത്സവം നടത്തപ്പെടുന്നത്. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ പ്രസിഡന്റ് VL ശിവൻ വെളിപ്പറമ്പിൽ, സെക്രട്ടറി VS ദിലീപ് വെളിപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് VR സുമേഷ് വെളിപ്പറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി MV നാരായണൻ മട്ടമൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. 1-ാം ദിവസം മാർച്ച് 1-ാം തീയതി പതിവ് ക്ഷേത്ര പൂജകൾക്ക് ശേഷം അന്നദാനത്തോടുകൂടി മഹോത്സവത്തിന് ആരംഭം കുറിച്ചു. തുടർന്ന് തെക്കുംഭാഗം മഹിളാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ താലം വരവ് വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തി. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. 2-ാം ദിവസം ദുർഗാദേവി ഭദ്രകാളി പ്രതിഷ്ഠാ ദിനമായി ആചരിച്ചു. പതിവ് പൂജകൾക്ക് ശേഷം വടക്കും ഭാഗം മഹിളാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ താലം വരവ് നടത്തപ്പെട്ടു. തുടർന്ന് നേർച്ച താലം വരവ്, കൈകൊട്ടിക്കളി, ഫ്യൂഷൻ തിരുവാതിര, അത്താഴപൂജ എന്നിവ നടത്തപ്പെട്ടു. മാർച്ച് 3-ാം തീയതിയാണ് താലപ്പൊലി മഹോത്സവം. വെളുപ്പിന് 4:30 പള്ളി ഉണർത്തൽ, നിർമാല്യം അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, സീവേലി, മധ്യാഹ്ന പൂജ, അന്നദാനം, പകൽപൂരം. തുടർന്ന് വൈകിട്ട് 8:30 ദീപാരാധന, അത്താഴപൂജ, ഭദ്രകാളിക്ക് ഗുരുതി എന്നിവയോടുകൂടി മഹോത്സവത്തിന് സമാപനം കുറിക്കും. എല്ലാവർക്കും നമസ്കാരം. അറയ്ക്കൽ ശ്രീ ദുർഗാദേവി ഭദ്രകാളി ക്ഷേത്രം കുമ്പളങ്ങി. നമ്മുടെ ക്ഷേത്രത്തിലെ ഈ കൊല്ലത്തെ താലപ്പൊലി മഹോത്സവം മാർച്ച് 1, 2, 3 തീയതികളിൽ വളരെ ഭക്തിയാദരപൂർവ്വം നടത്തപ്പെടുന്നവരും നിങ്ങളെ ഏവരെയും അറിയിക്കുന്നു. 1-ാം ദിവസമായ 1-ാം തീയതി ഉച്ചയ്ക്ക് മഹാ അന്നദാനത്തോടുകൂടി ചടങ്ങുകൾ തുടങ്ങി. വൈകിട്ട് വടക്കൻ ഭാഗം മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിലുള്ള താലപ്പൊലി വരവും കലാപരിപാടികളോട് കൂടിയിട്ട് 1-ാം ദിവസം അവസാനിക്കുകയും 2-ാം ദിവസം വടക്കും ഭാഗം മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിലുള്ള താലപ്പൊലി വരവും ശേഷം നേർച്ചത്താലം വരവും മറ്റ് കലാപരിപാടികളോടും കൂടി 2-ാം ദിവസത്തെ ചടങ്ങ് സമാപിക്കുകയും അവസാന ദിവസം ഉച്ചയ്ക്ക് മഹാ അന്നദാനവും മറ്റ് പൂജാതി കാര്യങ്ങൾക്കും ശേഷം വടക്കവർക്ക് ഗുരുവിയും നടത്തി നമ്മുടെ ഈ കൊല്ലത്തെ ക്ഷേത്ര താലപ്പൊലി മഹോത്സവം അവസാനിക്കുന്നതുവരെ നിങ്ങളേവരെയും ഭക്തിപൂർവ്വം അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.